ഫെബ്രുവരി 11 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അഡോപ്സ്, അനിയാനയിലെ വിശുദ്ധ ബെനഡിക്ട്, വിശുദ്ധ ചേർഡ്മൺ, വിശുദ്ധ കലേച്ചെരൂസ്. ഇന്നേ ദിവസം തിരുസഭ ലൂർദ് മാതാവിൻ്റെ തിരുനാളും ആഘോഷിക്കുന്നു. ലൂർദ് മാതാവ് 1844 ജനുവരി 7 ഫ്രാൻസിലെ ലൂർദിൽ വളരെ ദരിദ്രമായ കുടുംബത്തിലാണ് ബെർണദത്ത് സൗബിറസ് ജനിച്ചത്. അവളുടെ പിതാവ് ഒരു മില്ലറായിരുന്നു. അമ്മ അലക്കുശാല കഴുകിയാണ് അവരെ പോറ്റിയിരുന്നത്. 9 മക്കളിൽ മൂത്തവളായ ബെർണദിത്ത് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ആൻഡ് ക്രിസ്ത്യൻ ഇൻസ്ട്രക്ഷനിൽ നിന്ന് ലളിതമായ വിദ്യാഭ്യാസം നേടി. പക്ഷേ ഇടയ്ക്കിടയ്ക്കുള്ള അസുഖങ്ങൾ അവളുടെ പഠനത്തിന് തടസ്സമായി. അവൾ ഓക്സിറ്റൻ്റെ പ്രാദേശിക ഭാഷ സംസാരിക്കുകയും കൗമാരപ്രായത്തിൽ കുറച്ച് ഫ്രഞ്ച് പഠിക്കുകയും ചെയ്തു. അവളുടെ കുടുംബം വളരെ ദരിദ്രമായിരുന്നു. 11 പേര് ഒരുമിച്ച് ഒരു ബന്ധുവിൻ്റെ ഒറ്റമുറി ബേസ്മെൻറ്റിൽ സൗജന്യമായി താമസിച്ചു. അതിനു മുമ്പ് ഒരു ജയിലോ തടവറയോ ആയി ആ മുറി ഉപയോഗിച്ചിരുന്നത്. 14 വയസ്സുള്ളപ്പോൾ ബെർണദീത്ത തൻ്റെ സഹോദരിമാരോടൊപ്പം വിറക് ശേഖരിക്കുവാൻ കാട്ടിലേക്ക് പോയി. പാറ കൊണ്ടുള്ള ഒരു ഗ്രോട്ടോയ്ക്ക് സമീപം വിറക് തിരയുന്നതിനിടെ ബെർണദീത്ത വളരെയധികം പിന്നിലായി. അപ്പോൾ അവൾ കാറ്റിൻ്റെ ശബ്ദം കേട്ടു. പക്ഷേ ഒരു കാട്ടുറോസ് മാത്രം മുന്നോട്ട് നീങ്ങുന്നത് കണ്ടു. പിന്നെ ഗ്രോട്ടോയ്ക്കുള്ളിൽ നിന്ന് ഒരു മിന്നുന്ന വെളിച്ചവും കാലിൽ മഞ്ഞ റോസാപ്പൂക്കൾ വെച്ച വെളുത്ത വസ്ത്രം ധരിച്ച ഒരു ചെറിയ യുവതിയുടെ രൂപവും അവൾ കണ്ടു. മറ്റു 2 പെൺകുട്ടികൾക്കും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ബെർണദീത്ത തൻ്റെ സഹോദരിയോട് ഇതാരോടും പറയരുതെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവളുടെ സഹോദരി പിന്നീട് അത് അവരുടെ അമ്മയോട് പറഞ്ഞു. ബെർണദീത്തയുടെ അമ്മ പെൺകുട്ടികൾ കള്ളം പറഞ്ഞതിന് ശിക്ഷിക്കുകയും ഗ്രോട്ടോയിലേക്ക് ഇനി പോകരുതെന്ന് വിലക്കുകയും ചെയ്തു. 3 ദിവസങ്ങൾക്ക് ശേഷം ബെർണദീത്ത ഗ്രോട്ടോയിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ചു. അതിനാൽ അവളും അവളുടെ 2 കൂട്ടാളികളും അവളുടെ അമ്മയുടെ അനുവാദം ചോദിച്ചു. അവരുടെ അമ്മ മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിച്ചു. ബെർണദീത്ത ഒരു കുപ്പി വിശുദ്ധജലം കൊണ്ടുവന്നു. അവർ ഗുഹയിലെത്തിയപ്പോൾ 3 പെൺകുട്ടികളും ജപമാല പ്രാർത്ഥിക്കുവാൻ മുട്ടുകുത്തി. ആദ്യ ദശകം പൂർത്തിയാകുന്നതിന് മുൻപ് വെളുത്ത വസ്ത്രം ധരിച്ച യുവതി പ്രത്യക്ഷപ്പെട്ടു. ബെർണദത്ത് ആ യുവതി നിന്ന ദിശയിലേക്ക് വിശുദ്ധജലം തളിച്ചു. അവൾ ദൈവത്തിൽ നിന്ന് ഉള്ളവളാണെങ്കിൽ അവിടെ തന്നെ നിൽക്കണമെന്നും ഇല്ലെങ്കിൽ അവൾ പോകണമെന്നും പറഞ്ഞു. ആ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് ജപമാലയുടെ ശേഷിച്ച സമയം അവിടെ തന്നെ നിന്നു. തുടർന്ന് അവിടെ നിന്ന് പോയി. ഈ സമയമായപ്പോഴേക്കും ചില തദ്ദേശീയ പട്ടണവാസികൾ ഈ കൂടിക്കാഴ്ചകളെ കുറിച്ച് കേൾക്കാൻ തുടങ്ങി. ചിലർ അന്ധവിശ്വാസികളായിരുന്നു. മരിച്ചുപോയ ബന്ധുക്കളുടെ ആത്മാക്കളാണെന്ന് കരുതി. മറ്റുള്ളവർ അത് പരിശുദ്ധ കന്യകാമറിയമാണെന്ന് വിശ്വസിച്ചു. 4 ദിവസത്തിന് ശേഷം ബെർണദത്ത് കുറച്ച് മുതിർന്നവരോടൊപ്പം ഗുഹയിലേക്ക് മടങ്ങി. ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ ആദ്യമായി ബെർണദത്തിനോട് ഓക്സിജൻ ഭാഷയിൽ സംസാരിച്ചു. ഒരു മുതിർന്നയാൾ സാധാരണയായി ഒരു ദരിദ്ര കർഷക പെൺകുട്ടിയോട് സംസാരിക്കുന്ന രീതിയിലല്ല, മറിച്ച് ശ്രദ്ധേയമായ ഔപചാരികവും ആദരവോടും കൂടിയാണ് ആ സ്ത്രീ ബെർണദീത്തയോട് സംസാരിച്ചത്. അടുത്ത 14 ദിവസത്തേക്ക് അവൾ തിരികെ വരാൻ തയ്യാറാണോ എന്ന് അവൾ ബെർണദീത്തയോട് ചോദിച്ചു. ബെർണദീത്ത സമ്മതിച്ചു. അടുത്ത 2 ആഴ്ച ദർശനങ്ങളെക്കുറിച്ച് ബെർണദീത്ത ഇങ്ങനെ വിവരിക്കുന്നു. ഞാൻ 2 ആഴ്ചത്തേക്ക് തിരിച്ചെത്തി. ഒരു തിങ്കളാഴ്ചയും ഒരു വെള്ളിയാഴ്ചയും ഒഴികെ എല്ലാ ദിവസവും ദർശനമുണ്ടായിരുന്നു. പുരോഹിതന്മാരുടെ അവിടെ ഒരു ചാപ്പൽ പണിയണമെന്നും ഞാൻ ഉറവയിൽ പോയി കഴുകണമെന്നും പാപികൾക്കായി പ്രാർത്ഥിക്കണമെന്നും ഞാൻ പറയണമെന്ന് അവൾ പലതവണ എന്നോട് ആവർത്തിച്ചു. ഈ 2 ആഴ്ചക്കിടെ ആരോടും പറയരുതെന്ന് അവൾ വിലക്കിയ 3 രഹസ്യങ്ങൾ അവൾ എന്നോട് പറഞ്ഞു. ഇതുവരെ ഞാൻ വിശ്വസ്തയായിരുന്നു. വാർത്ത പരന്നതോടെ ഹാജരായവരുടെ എണ്ണം 30 മുതൽ 100 വരെയാവുകയും പിന്നീട് 1500 വർദ്ധിക്കുകയും പിന്നീട് ഏകദേശം 10,000-ഓളം പേർ അവിടെ എത്തുകയും ചെയ്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രാദേശിക പോലീസ് ഇടപെട്ട് ബെർണദീത്തിനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി. എന്നിരുന്നാലും ബെർണദീത്ത വളരെ ഉത്സാഹത്തോടുകൂടി തന്നെ പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയി. പാപികൾക്കായി പ്രാർത്ഥിക്കുവാനും പ്രായശ്ചിത്തം ചെയ്യുവാനും ആ സ്ത്രീ ആളുകളോട് ആവശ്യപ്പെട്ടു. 9ാം ദർശനത്തിൽ ഗുഹയിലെ ഒരു നീരുറവയിൽ നിന്ന് കുടിക്കാൻ ആ സ്ത്രീ ബെർണദീത്തയോട് ആവശ്യപ്പെട്ടു. ഒരു ചെറിയ ചെളി നിറഞ്ഞ ചെളി മാത്രമാണ് അവൾ കണ്ടെത്തിയത്. അതിനാൽ അവൾ അതിൽ നിന്ന് കുടിച്ചു. അത് അവളുടെ മുഖത്ത് ചെളി അവശേഷിപ്പിച്ചു. ഇത് കാഴ്ചക്കാരിൽ പലരെയും അവളെ പരിഹസിക്കുവാനിടയാക്കി. ഇത് അവളുടെ കുടുംബത്തെ ലജ്ജിപ്പിച്ചു. അടുത്ത 2 ദിവസങ്ങളിൽ ചെളി നിറഞ്ഞ ആ വെള്ളം നീരുറവയായി മാറി. പുതിയ നീരുറവയിൽ കുളിപ്പിച്ച ശേഷം ഒരു സ്ത്രീയുടെ തളർന്ന കൈ സുഖപ്പെട്ടപ്പോൾ പലരും അത് വിശ്വസിച്ചു തുടങ്ങി. 14 ദിവസങ്ങളിലും ഇടവക പുരോഹിതൻ ബെർണദീത്തയോട് ആ യുവതിയുടെ പേര് ചോദിച്ച് മനസ്സിലാക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. ബെർണദീത്ത നിരന്തരം ആ സ്ത്രീയുടെ പേര് ചോദിച്ചു. ഓരോ തവണയും ആ സ്ത്രീ പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. 14 ദിവസത്തെ പരിസമാപ്തിയിൽ അടുത്ത 3 ആഴ്ചത്തേക്ക് ജീവിതം സാധാരണ നിലയിലായി. എന്നിരുന്നാലും മാർച്ച് 25 പ്രഖ്യാപന തിരുനാളിൽ ബെർണദീത്ത വീണ്ടും ഗ്രോട്ടോയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ഇത്തവണ അവൾ ആ സ്ത്രീയുടെ പേര് ആവർത്തിച്ച് ചോദിച്ചു. ആ സ്ത്രീ മറുപടി പറഞ്ഞു, ഞാൻ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ആണ്. ബെർണദത്ത
ഒരു ചെറുപ്പക്കാരിയും ലളിതയും വിദ്യാഭ്യാസമില്ലാത്തവളും ഒരു കർഷക പെൺകുട്ടിയുമായിരുന്നു. ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്താണെന്ന് അവൾക്ക് അറിവില്ലായിരുന്നു. പക്ഷെ അവൾ ആ പേര് സ്വയം ആവർത്തിച്ച് മറന്നു പോകാതെ ഇടവക പുരോഹിതനോട് ഇക്കാര്യം വെളിപ്പെടുത്തി. അദ്ദേഹം സ്തബ്ധനായി. വെറും 4 വർഷങ്ങൾക്ക് മുൻപ് പോപ്പ് ഇമാക്കുലേറ്റ് കൺസെപ്ഷന്റെ ഡോഗ്മ പുറപ്പെടുവിച്ചിരുന്നു. ഈ വസ്തുത പ്രത്യേകിച്ച് ദർശനങ്ങൾ ആധികാരികമാണെന്ന് സഭാ നേതാക്കളെ ബോധ്യപ്പെടുത്തുവാൻ വളരെയധികം സഹായിച്ചു. അന്നു മുതൽ ലൂർഡ്സിലെ ജലം ഒഴുകിക്കൊണ്ടിരുന്നു. 70-ലധികം രോഗശാന്തികൾ രേഖപ്പെടുത്തുകയും പഠിക്കുകയും കർശനമായ ശാസ്ത്രീയ പ്രക്രിയയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എണ്ണമറ്റ ആയിരക്കണക്കിന് രോഗശാന്തികൾ വിശ്വാസികൾ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ ലൂർദ് സന്ദർശിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറി. തങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം തേടി അത്ഭുതകരമായ വെള്ളത്തിൽ കുളിക്കുവാനോ കുടിക്കുവാനോ രോഗികൾ ഈ വിശുദ്ധ ഗ്രോട്ടയിലേക്ക് ഒഴുകിയെത്തി തുടങ്ങി. ദർശനങ്ങൾക്ക് ശേഷം നിരവധി വർഷങ്ങൾക്ക് ശേഷം ബെർണദീത്ത മതജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ദർശനങ്ങളെക്കുറിച്ച് അവൾ പിന്നീട് ഇങ്ങനെ പറഞ്ഞു: കന്യക എന്നെ പൊടി നീക്കം ചെയ്യാൻ ഒരു ചൂലായി ഉപയോഗിച്ചു. ജോലി പൂർത്തിയാകുമ്പോൾ ചൂൽ വീണ്ടും വാതിലിന് പിന്നിൽ വയ്ക്കുന്നു. ഈ ചൂൽ 1933 വിശുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്നിരുന്നാലും ലൂർദ് ഗ്രോട്ടോ ബെർണദീത്തിനേക്കാൾ വളരെ വലുതായിരുന്നു. അത് ജനങ്ങൾക്കുള്ള നമ്മുടെ മാതാവിൻ്റെ സമ്മാനമായിരുന്നു. മാർച്ച് 25-ാം തീയതി മംഗളവാർത്ത തിരുനാളിൻ്റെ അന്ന് ബെർണദീത്തയ്ക്ക് കാണപ്പെട്ടുകൊണ്ടിരുന്ന വനിത തൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. അതിപ്രകാരമാണ്: ഞാൻ അമലോത്ഭവയാണ്. അങ്ങനെ 1854 ഡിസംബർ 8-ാം തീയതി 9-ാം പീയൂസ് മാർപ്പാപ്പ ചെയ്ത പ്രഖ്യാപനം ദൈവമാതാവ് അംഗീകരിച്ചു. ജൂലൈ 16 വരെ മാതാവിൻ്റെ ദർശനമുണ്ടായിരുന്നു. ദൈവമാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ 1-ാം സ്ഥാനം ലൂർദിനാണ്. പരിശുദ്ധ ലൂർദ് മാതാവെ, ഈ ലോകത്ത് ഒരുപാട് വലിയ മാരക അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അനേകം മാതാപിതാക്കന്മാരും യുവതികളും യുവാക്കന്മാരുമുണ്ട്. അവരിലേക്കെല്ലാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ കരുണാകടാക്ഷം ഉണ്ടാവുകയും അവർക്ക് പൂർണ്ണ സൗഖ്യം കിട്ടുന്നതിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ.